ഇപ്പോൾ BJPയുടെ കൊടികൾ ഒരുക്കുന്ന സ്ഥലത്തുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ച ഓഫീസർ ഇരുന്നിട്ട് കൊടി കെട്ടുന്ന ചിത്രം വരെ എന്താണ് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം നോക്കി നോക്കൂ, ആന്ധ്രയിൽ എന്ത് സംഭവിച്ചു. പരകാല പ്രഭാകരൻ കൃത്യമായ ഫാക്ട്സ് വെച്ചുകൊണ്ട് പറഞ്ഞതാണ് 17 ലക്ഷത്തോളം വോട്ടുകൾ അവസാനത്തെ മണിക്കൂർ, ഇത് ഇലക്ഷൻ ശരിക്കും കഴിഞ്ഞിട്ടുള്ള മണിക്കൂറുകളിൽ ചെയ്യപ്പെട്ടു. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ അത്തരമൊരു അട്ടിമറിയിലൂടെ ഈ അധികാരത്തിൽ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അപ്പൊ ഞാനതിന് മറുവശം വീണ്ടും പറയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ല ഇവിടെയുള്ള മതനിരപേക്ഷ പക്ഷത്തുള്ള ആളുകൾ ഇനി ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കാ വോട്ട് ചെയ്യുക, അവർ BJPക്ക് ഏതായാലും ചെയ്യില്ലല്ലോ, ഓരോ വോട്ടൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇങ്ങനെയുള്ള ഒരു മനോഭാവം ഇത് വളരെ അപകടകരമാണ്. അതാണ് നേരത്തെ അമിത് മാഷ് പറഞ്ഞത്, കുറെ കാലമായിട്ട് ഇവരാണ് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്, അത് BJP വരുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് അത് പേടിപ്പിച്ച് അതിലൂടെ ഇവർ ജയിച്ചു പോകും. ഇൻഷാ അല്ലാഹ് വരുന്ന 9-ാം തീയതി കേരളം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഇന്നിപ്പോൾ നാളത്തോടുകൂടി ഒരു പരസ്യപ്രചാരണം അവസാനിച്ച് മറ്റന്നാൾ 2 ദിവസം കഴിഞ്ഞാൽ ബൂത്തിലേക്ക് കേരളം പോകുന്നൊരവസ്ഥയാണുള്ളത്. പലപ്പോഴും ഇലക്ഷൻ്റെ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല മേഖലകളിലും മനസ്സിലാക്കുന്നത് മറ്റ് കേരളത്തിൽ ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളെക്കാളൊക്കെ വളരെ ഗൗരവമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള രൂപത്തിലാണ് പലപ്പോഴും ചർച്ചകളൊക്കെ വന്നു. കാരണം ഒരു 10 വർഷത്തിലുണ്ടായിട്ടുള്ളൊരു ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് തന്നെ പറയാം, ഭീകരമായൊരു മാറ്റം. അത് കേരളത്തിന് സെക്കുലർ രംഗത്തൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ നിരീക്ഷകർ പറയുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ വ്യത്യസ്തമാണ് എന്ന് പലരും പറയുമ്പോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഹമീദ് മാഷ്. അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു 10-60 വർഷമെടുത്താൽ ഇവിടെ UDF LDF അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള 2 മുന്നണികളാണ് പൊതുവിൽ ഇവിടെ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നത്. അത് ഒരർത്ഥത്തിൽ കുറേയൊക്കെ ആരോഗ്യകരമായ ഒരു ഏറ്റുമുട്ടലായിരുന്നു, കാരണം ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ പുരോഗതികൾ, അതായത് വിദ്യാഭ്യാസ രംഗത്തോ ആരോഗ്യരംഗത്തോ ഒക്കെയുള്ള പുരോഗതികൾ, ഇതെല്ലാം തന്നെ കുറേയൊക്കെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു സർക്കാർ തുടങ്ങി വെച്ചതുകൊണ്ട് മാത്രം അടുത്ത സർക്കാർ ഈ പദ്ധതികൾ ഉപേക്ഷിക്കുകയല്ല, അത് തുടർന്ന് ഇതുണ്ടാവും. ക്ഷേമ പെൻഷനുകൾ, മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒപ്പം തന്നെ ഇവിടെയുള്ള ഈ സാമൂഹിക രാഷ്ട്രീയ മത അന്തരീക്ഷം, ആ ഒരു എൻവയോൺമെൻറ്റ് വല്ലാതെ തകർക്കപ്പെടാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലേക്കാണ് ഇപ്പോൾ NDA എന്ന് പറയുന്ന ഒരു 3-ാം കക്ഷി വരുന്നത്. ആദ്യം കുറച്ച് ദളിത് വിഭാഗത്തെ, കുറച്ച് പിന്നോക്ക വിഭാഗത്തെയൊക്കെ ചേർത്ത് പിന്നീട് അവർ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുകൂടെ ഇതിനെ അടർത്തി മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഒരു സാമാന്യമൊരു ശേഷിയുള്ള ഒരു 3-ാം മുന്നണിയായിട്ടവർ മാറി എന്നാണ് പൊതുവിൽ എന്ത് ചെയ്യുന്നത് നിരീക്ഷിക്കപ്പെടുന്നത്. അതിൽ കുറേയൊക്കെ സത്യമുണ്ട്. പക്ഷേ ഇവിടെ ഒന്നാമതായി തന്നെ ഞാൻ പറയാം, നമ്മളുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സന്തുലിതാവസ്ഥയെ തകർക്കാൻ കഴിയുന്ന ഒന്നിനെ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നത് അപകടകരമാണ്. കാരണം ഇതൊരു വർഗീയ സ്വഭാവമുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞ ഈ 10 വർഷത്തിനിടയ്ക്ക് ഇത്രയും വിപുലമായി നമ്മൾ ഈ വർഗീയതയുടെ ഒരു കുത്തൊഴുക്ക് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് NDAയുടെ ഒരു വിസിബിലിറ്റിയും അതിൻ്റെ ഒരു പ്രസൻസും കാരണം തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ചിലരൊക്കെ എന്താ ചിലപ്പം ഈ ലെഫ്റ്റ് BJPയോട് അടുത്തു അല്ലെങ്കിൽ അത് തന്നെയാണെന്നൊക്കെ പറയണ്ട. ഞാൻ അങ്ങനെ പറയുന്നില്ല, കാരണം അങ്ങനെ പറയുന്നതിലൂടെ നമ്മൾ BJPക്ക് ഒരു ആക്സലറേഷൻ കൊടുക്കലാവും. ഒരുപക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ ലെഫ്റ്റിലെ കുറേ നേതാക്കളുടെ നിസ്സഹായാവസ്ഥയോ ആർത്തിയോ ഒക്കെ അതിൻ്റെ പാർട്ടിയുടെ കൂടെ നിസ്സഹായാവസ്ഥയും ആർത്തിയൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരിക്കലും അതിനെ തുല്യപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് എന്ത് ചെയ്യുന്നത് ഒന്നാമതായിട്ട് പറയാം. ഇവിടെ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അതെ അത്ര തന്നെ ഉള്ളത്. ഇവിടെ ഒന്നാമത്തെ ഒരു കാര്യം വെച്ചാൽ, ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം പറയാം. അതായത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കണ്ടൊരു കാര്യം, ന്യൂനപക്ഷങ്ങളിൽ ചിലരെങ്കിലും ഈ BJPയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. വിശിഷ്യ മുസ്ലിങ്ങളിൽ നിന്ന് പോലും ഇത്രയേറെ ആക്രമിക്കപ്പെടുന്ന, വിമർശിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന മുസ്ലിങ്ങളിൽ നിന്ന് പോലും ചില ആളുകൾ ഇതിലൊരു പ്രതീക്ഷ അർപ്പിച്ചാൽ കുഴപ്പമില്ല എന്നിപ്പോൾ നേരത്തെ അഷ്റഫ് പറഞ്ഞ പോലെ ഒരു തരം മോഹചിന്തയിലേക്ക് പോകുന്നുള്ളതാണ്. അവിടെ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് BJP എന്ന് പറഞ്ഞ ഒരു തരം ബുൾഡോസറാണ്. എന്നുവെച്ചാൽ നമുക്ക് ബുൾഡോസറിനെ സംബന്ധിച്ചോളം അതൊരു പ്രത്യേക സാധനം തകർക്കാൻ ഉദ്ദേശിച്ചാൽ അതിൻ്റെ അടിയിലുള്ളതൊക്കെ എന്ത് ചെയ്യും, തകർക്കും.
ഈ രീതിയിലാണ് BJP മുന്നോട്ട് പോകുന്നത്. അതിന് കൃത്യമായ ചില ടാർഗറ്റുകളുണ്ട്. ആ ടാർഗറ്റുകളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ആലോചിച്ച് നോക്കുക, ഇന്ന് പ്രതീക്ഷ അർപ്പിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ദളിത് വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ഇവർക്ക് നാളെ നിരാശരാകും. കാരണം ഇത് ബ്രാഹ്മണിക്കലായിട്ടുള്ളൊരു സാധനമാണ്. അത് ഉയർന്നു വരുന്നതോടെ ഇവർ അടിച്ചമർത്തലിന് വിധേയമാവുകയും അവർ നിരാശപ്പെടുകയും അവർ ചിലപ്പോൾ പൊട്ടസിലേക്ക് പോവുകയും ചെയ്താൽ ബുൾഡോസർ അവർക്കെതിരെയും നീങ്ങും. അപ്പോൾ ഫലത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഒരു പ്രതീക്ഷ വയ്ക്കാൻ മാത്രം ഒന്നുമില്ലാത്ത ഒന്നാണ് ഈ ഭരണകൂടം. ഇനി രണ്ടാമത്തൊരു വിഷയം വെച്ചാൽ ഒരിക്കൽ അധികാരത്തിൽ വന്നാൽ അധികാരം കൈവിടാതിരിക്കാൻ ശ്രമിക്കുക എന്നത് ഫാഷിസത്തിൻ്റെ പൊതുരൂപമാണ്. ഇപ്പോൾ ജർമ്മനിയിൽ പിന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അധികാരത്തിൽ വന്ന ഹിറ്റ്ലറെ സംബന്ധിച്ചോളം പിന്നെ അദ്ദേഹം അധികാരം മരിക്കുന്നവരെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് അവിടെ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറയുന്ന റഷ്യയിലോ ചൈനയിലോ അല്ലെങ്കിൽ കൊറിയയിലോ ഒക്കെയുള്ള ഈ സ്റ്റേറ്റുകളുടെയൊക്കെ ഒരു സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 99.99% വോട്ട് നേടിയിട്ട് എന്ത് ചെയ്യും? ജയിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഇന്ത്യയിൽ അത്ര എളുപ്പമല്ലായിരുന്നു. പക്ഷേ അതിനു വേണ്ടി BJP ചെയ്തത് എന്താണ്? കൃത്യമായി ഇലക്ഷൻ കമ്മീഷനാണ് ഇതിൽ ഇടപെടാൻ പറ്റുക എന്ന് മനസ്സിലാക്കുകയും ആ ഇലക്ഷൻ കമ്മീഷനെ പൂർണ്ണമായി അവരുടെ പരിധിയിൽ കൊണ്ടുവന്നു. 2 ചെറിയ അമെൻമെൻറ്റ്സ്, നമ്മൾ ഭാഷയിൽ പറഞ്ഞ ചെറിയ അമെൻമെൻറ്റ്സ്. ഒന്നെന്തായിരുന്നു? ഒന്ന് ഈ പറഞ്ഞ പോലെ വെച്ചാൽ പിന്നെ കമ്മീഷൻ നിയമിക്കുന്നതിനകത്ത് അതോറിറ്റി എന്ന് പറയുന്നത് ഇന്ന് ചീഫ് ജസ്റ്റിസിനെ എടുത്ത് മാറ്റി. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഹലോകത്തോ പരലോകത്തോ ഒന്നും ഈ ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതായത് അവർ നേരത്തെ ചെയ്തു വെച്ചതാണെങ്കിൽ ശരി, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരി, നാളെ ഇതൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇതോടെ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ശരിക്ക് റഫറിയിൽ നിന്ന് മാറിയിട്ട് ഒരു ടീമിന് വേണ്ടി കളിക്കുന്ന കളിക്കാരനായിട്ട് മാറി. കാരണം അവിടെ പെനാൽറ്റി വേണോ വേണ്ടതെന്ന് നിശ്ചയിക്കും, ഫൗളാണോ അല്ലേന്ന് നിശ്ചയിക്കും, മറ്റേ സമയം നീട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് അത് എല്ലാ അർത്ഥത്തിലും ഗ്രൗണ്ടിൽ ഏറ്റവും വലിയ പ്ലെയറായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ചെയ്യുന്ന ഇത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യാൻ മടിക്കാത്തൊരു വിഭാഗത്തെയാണ് ഇവിടെ വിശ്വസിക്കാമല്ലോ എന്ന് നീന്ത്. ഇവിടെ ഞാനിപ്പോൾ ഏറ്റവും അടുത്ത് കണ്ടൊരു ഒരു വിഭാഗം ആളുകൾ, അതായത് മുസ്ലിങ്ങൾക്ക് ഇലക്ഷനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിലെ കുറച്ച് മുസ്ലിങ്ങൾ പറയാണ്, ഞങ്ങൾ ഈ മണ്ഡലത്തിൽ ഒരുപാട് കാലമായിട്ട് UDF ജയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ LDF ജയിച്ചിട്ടുള്ളത്, പക്ഷേ ഇവിടെ ഒരു വികസനം വന്നിട്ടില്ല. അതുകൊണ്ട് വികസനത്തിന് വേണ്ടിയിട്ട് ഇത്തവണ എന്താണ് BJPക്ക് വോട്ട് ചെയ്താലോ എന്നാണ്. അപ്പോൾ ഈ പ്രചണ്ഡ പ്രചരണങ്ങളിൽ വീണുപോകുന്ന ഇരകൾ എന്നല്ലാതെ ആലോചിച്ച് നോക്കൂ, 543 മണ്ഡലങ്ങളിൽ BJPയോ NDAയോ മത്സരിക്കുന്നത് അല്ലേ? അതിനകത്ത് BJPയുടെ മണ്ഡലം ഏതെങ്കിലും ഒന്നിൽ ഒരു മുസ്ലിമിനെ നിർത്തിയിട്ടുണ്ടോ? ഒറ്റൊന്നുമില്ല, ഒരു സ്ഥാനാർത്ഥിയില്ല, മാത്രം മന്ത്രിസഭയിലില്ല. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു പ്രാതിനിധ്യവും നൽകാത്ത ഇവർ വികസനത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുമെന്ന് എന്ത് ചെയ്യുക, തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ശരി, പിന്നെ ഇത് അത്തരത്തിലൊരു കണക്കെടുപ്പിന് പറ്റിയൊരു സമയമല്ല. അതായത് ഇത്തരം വ്യാമോഹങ്ങൾ വെച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റിയ ഒരു സമയമല്ല. കാരണം നോർത്തിലെ തെരുവുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ആയുധം എടുത്തുകൊണ്ടാണ് ഹോളിയും അതുപോലെ രാമനവമിയുമൊക്കെ ആഘോഷിക്കുന്നത്. ഒപ്പം അതിൻ്റെ കൂട്ടത്തിൽ വളരെ കൃത്യമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത് വെച്ചാൽ ഒരു മുസ്ലിം പള്ളിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വിളിക്കും മുദ്രാവാക്യം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ 6 മിനിറ്റ് മതി എന്നാണ്. അതായത് അപ്പോൾ സ്വതന്ത്രമായി ഒരു വാൻഡലിസവും വയലൻസും നമ്മുടെ തെരുവുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തെരുവുകൾ എപ്പോഴും അവർക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാവുന്ന അല്ലെങ്കിൽ ചോര ചിന്താവുന്ന ഒരവസ്ഥ നിലനിൽക്കെ, നോർത്ത് ഇന്ത്യയിൽ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കെ ഇതേ പാർട്ടിയെ ഇവിടെ വിശ്വസിക്കാമെന്നും ഇവിടെ നമ്മൾക്ക് ഒരു വികസനമായിരിക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഞാൻ വെച്ചാൽ ഇവിടെയൊക്കെ തന്നെ ഇനി മൂന്നാമതൊരു ആലോചിച്ചു, എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് വെച്ചാൽ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് പിന്നെ BJPയെ സംബന്ധിച്ചോളം അത്ര വലിയ പ്രാധാന്യമുള്ളതൊന്നുമല്ല ഞാൻ കരുതുന്നില്ല. ഇവിടെ അത് BJPക്കാർക്ക് പ്രാധാന്യം ഉണ്ടായിരിക്കാം, പക്ഷേ കേന്ദ്രത്തെ സംബന്ധിച്ചോളം അതിനകത്ത് അത്ര വലിയ പ്രാധാന്യമുണ്ട്. 2-3 കാര്യങ്ങളുള്ളൂ. ഒന്നെന്താ വെച്ചാൽ അവരുപയോഗിക്കുന്ന ഈ വർഗീയ അജണ്ടയ്ക്ക് കേരളീയ സമൂഹം പോലെയുള്ളൊരു സമൂഹത്തിൽ എത്രത്തോളം പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് തെളിയിക്കാനുള്ളൊരിത്. 2, ഒരു കോൺഗ്രസ്
അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെക്കുലർ കക്ഷികളെ കൂടുതൽ ദുർബലമാക്കുക. അവർക്ക് കേന്ദ്ര അല്ലേ ഇവിടെ മാത്രമല്ല ബംഗാളിൽ നടക്കുന്നുണ്ട്, മറ്റേ തമിഴ്നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ബംഗാളിൽ നമുക്ക് നോക്കിയറിയാം, ബംഗാളിൽ വളരെ ഇലക്ഷൻ കമ്മീഷനെ വെച്ചുകൊണ്ട് വളരെ പ്രത്യക്ഷമായിട്ടുള്ള പ്ലേയാണ് നടക്കുന്നത്. ഇപ്പോൾ BJPയുടെ കൊടികൾ ഒരുക്കുന്ന സ്ഥലത്തുണ്ട്, മറ്റേ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ച ഓഫീസർ ഇരുന്നിട്ട് കൊടി കെട്ടുന്ന ചിത്രം വരെ എന്താണ് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം നോക്കി നോക്കൂ, ഇപ്പോൾ ആന്ധ്രയിൽ എന്ത് സംഭവിച്ചു? പരകാല പ്രഭാകരൻ കൃത്യമായ ഫാക്ട്സ് വെച്ചുകൊണ്ട് പറഞ്ഞതാണ് 17 ലക്ഷത്തോളം വോട്ടുകൾ അവസാനത്തെ മണിക്കൂർ, ഇത് ഇലക്ഷൻ ശരിക്കും കഴിഞ്ഞിട്ടുള്ള മണിക്കൂറുകളിൽ ചെയ്യപ്പെട്ടു. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ അത്തരമൊരു അട്ടിമറിയിലൂടെ ഈ അധികാരത്തിൽ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കുറച്ചും കൂടെ വിസിബിലിറ്റി ഉണ്ടാവുകയും കുറേ കൂടെ നല്ലൊരു മുന്നണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്താൽ അടുത്ത ഘട്ടത്തിൽ ഈ അട്ടിമറി തന്നെയാണ് കേരളത്തിലും നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു അട്ടിമറി നടന്നു കഴിഞ്ഞാൽ പറയുന്ന രൂപത്തിൽ ഇവിടെയും എത്രമാത്രം ഈ സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ ജയിക്കാൻ പറ്റും എന്നുള്ള ചോദ്യമുണ്ട്. മാത്രമല്ല ഈ കേന്ദ്രത്തിലെ ഈ മറ്റു പാർട്ടികളുടെ സ്വാധീനം ദുർബലമാക്കിയെടുക്കുകയും ഒരു അബ്സല്യൂട്ടായിട്ടുള്ള മെജോറിറ്റിയിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ അബ്സല്യൂട്ട് മെജോറിറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ 2 കാര്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മിക്കവാറും ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഈ 543 എന്നുള്ളത് 821 അല്ലേ ആകാൻ പോവുകയാണ്. ഇതോടെ നമ്മുടെ ഈ സ്റ്റേറ്റുകൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇൻക്രീസ് വരുത്തുന്നുള്ളതാണ്. പക്ഷേ അത് വരുത്തിയാൽ പോലും നോർത്തിന് കിട്ടാൻ പോകുന്ന ഒരു അപ്രമാദിത്വം, പാർലമെൻറ്റിലും മറ്റും കിട്ടാൻ പോകുന്ന അപ്രമാദിത്വം അത് വളരെ വലുതാണ്. മാത്രമല്ല കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇത് പോപ്പുലേഷൻ്റെ ബേസിൽ തന്നെ ആക്കി കുറയ്ക്കുകയും ആ രീതിയിൽ സൗത്ത് ഇന്ത്യയുടെ പാർലമെൻ്ററി റെപ്രസെൻറ്റേഷൻ കുറയുകയും അതിലൂടെ പാർലമെൻറ്റിൽ ഒരു മേധാവിത്വം, പിന്നെ ഇവിടെ അട്ടിമറിക്കേണ്ട ആവശ്യമില്ല, അവിടെ മാത്രം അട്ടിമറിച്ചാൽ മതി, അത് എളുപ്പമാണ്. അതിലൂടെ പൂർണ്ണമായ അർത്ഥത്തിൽ 3/2 ഭൂരിപക്ഷം ഉണ്ടാകുകയും ചെയ്യും. ഞാൻ 2 കാര്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഒന്ന്, അതിലൂടെ എന്തിനാ നിയമം കൊണ്ടുവരാം. 2, രാജ്യസഭ ഒരു പക്ഷേ ഇല്ലാതെയാവും. ഞാൻ പറയാം, രാജ്യസഭ ഒരു പക്ഷേ ഇല്ലാതെയാവും. കാരണം രാജ്യസഭ ഉള്ളത് കൊണ്ടും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അത് സ്റ്റേറ്റിൻ്റെ ഈ പറയുന്ന മെമ്പേഴ്സിൻ്റെയൊക്കെ കൂടെ ചില പ്രപ്പോർഷൻ അനുസരിച്ചിട്ടുള്ള ചില തിരഞ്ഞെടുപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടെ ഇല്ലാതെയാകലോ ദുർബലമാവുകയോ അതിൻ്റെ ഘടനാപരമായിട്ടുള്ള ഇടപെടലുകൾ ഇല്ലാതെയാക്കുകയോ ചെയ്യലും പ്രധാനമാണെന്ന് വരുന്നത്. അത്തരം ചില മാറ്റങ്ങൾക്ക്, പരിഷ്കാരങ്ങളിലേക്ക് ഇത് പോകും. കാരണം എന്തിനാ രാജ്യസഭ ചോദിച്ചാലോ, വെറുതെ കുറേ രാജ്യസഭാ അംഗങ്ങളെ തീറ്റിപ്പോറ്റുകയാണ്, അവർക്ക് പെൻഷൻ കൊടുക്കുകയാണ്, അത് ഈ സാമ്പത്തിക നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തിനെ തകർക്കുന്നുണ്ട് എന്നൊരു പ്രചരണം കൊണ്ടുവന്നാൽ അത് ഏറ്റെടുക്കാൻ മീഡിയകൾ റെഡിയാക്കാനും അതിൻ്റെ ചിലവും വരവിലും ഒക്കെ എന്ത് ചെയ്യും, പുറത്ത് വരും. അതോടെ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യും. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ജനങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഈ പറയുന്ന വാഗ്ദാനങ്ങൾ എന്തെങ്കിലും BJP പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിച്ചേക്കാമെന്ന് വ്യാമോഹിക്കുന്നവർ, നമുക്ക് 15 ലക്ഷം കിട്ടിയോ, പെട്രോളിൻ്റെ വില എന്താണ് 50 റുപ്യ ആയോ, നോട്ട് നിരോധനം നടത്തിയിട്ട് കള്ളപ്പണം പിടിച്ചെടുത്തോ, പുറത്തുപോയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയവരൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് വിചാരണയ്ക്ക് വിധേയമാക്കിയോ, നമ്മുടെ മുൻപിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത, അതിൻ്റെ പുറമെയാണെന്ത് CAA നടപ്പാക്കാൻ ശ്രമിച്ചതും യൂണിഫോം സിവിൽ കോഡ് നീങ്ങുന്നു, അങ്ങനെ ഒരുപാട് ഇത്തരത്തിലുള്ള സകലവിധ പീഡനങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥയും ഒക്കെ സൃഷ്ടിച്ച ഒരു ഭരണകൂടത്തിൽ ആവശ്യമില്ലാത്തൊരു ലൊന്ന് വെച്ച് പുലർത്തുക എന്ന് പറയാൻ മാത്രം വിഡ്ഢികളായി ന്യൂനപക്ഷങ്ങൾ മാറരുത്. അത്തരം വ്യാമോഹങ്ങൾ വെറും കപട വാഗ്ദാനങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാത്തിടത്തോളം ഏറ്റവും അവസാനം വെച്ചു, ഇപ്പോൾ വീണ്ടും ഈ FCRI വന്നു, അപ്പോൾ ക്രിസ്തീയ വിഭാഗം ഒന്നിങ്ങനിട്ട് അകന്നോന്ന് തോന്നിയപ്പോൾ വീണ്ടും അവർ ജിഹാദ് വിവാദം എടുത്തിട്ടു. കാരണം അവിടെ ആരായിരുന്നു മുസ്ലിങ്ങളെ ഭയപ്പെട്ടത്, ആരാണ് ക്രിസ്തീയ വിഭാഗത്തോട് അടുക്കാൻ ശ്രമിച്ചത്, BJPയോട് ക്രിസ്തീയ വിഭാഗമായിരുന്നു. കാരണം അവരുടെ പെൺകുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോകുന്ന പ്രചരണങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ശ്രീലേഖ എന്ത് ചെയ്തു, IPS പിന്നെ ഉന്നയിച്ചു. അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അതെന്താണ്, അതിവിടെ ഓൺ ചെയ്യാത്തത് കൊണ്ട് സംഭവിച്ചെന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു കേന്ദ്ര മന്ത്രി പോന്നു,
അവരിതെന്ത് ചെയ്തു, ഇവിടെ ലാൻഡ് ജിഹാദുണ്ട്, മറ്റേ ലവ് ജിഹാദുണ്ട്, പിന്നെ എന്തൊക്കെയോ 3-4 ജിഹാദുകളുണ്ടെന്ന് പ്രഖ്യാപിച്ചു. ഏറ്റവും അവസാനം എന്താ വെച്ചാൽ നമ്മുടെ വാഗ്ദാനങ്ങളും നൽകില്ല, ഒരുപാട് വാഗ്ദാനങ്ങളും. ഇപ്പോൾ നമ്മുടെ കൃഷ്ണദാസ്, PK കൃഷ്ണദാസ് എന്ത് ചെയ്തു, ഇപ്പോൾ ഇന്നലെ ഇതേ കാര്യം ആവർത്തിക്കാൻ. അപ്പോൾ ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഭിന്നിപ്പില്ലാതെയായി ഏതെങ്കിലും നിലയ്ക്ക് പിന്നെ ക്രിസ്ത്യവും മുസ്ലിം വിഭാഗങ്ങളോ കൂടെ ഒന്നിച്ചു ചേർന്ന് ഇവർക്കെതിരെ തിരിയുമോ എന്ന് തോന്നിയപ്പോഴേക്ക് വീണ്ടും ഭിന്നിപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പൂർണ്ണമായും ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ച് ഛിന്ന ഭിന്നമാക്കി അതിനകത്തുകൂടെ ചോര കുടിക്കുക, അതിനകത്തൂടെ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുക, നടപ്പാക്കുക, കോർപ്പറേറ്റുകൾക്ക് മാത്രമായ ഒരു ഇന്ത്യ ഉണ്ടാക്കുക എന്നുള്ള ഒരു അജണ്ട മാത്രമാണുള്ളത്. അവിടെ വികസനമോ അല്ലെങ്കിൽ നീതിയോ സാമൂഹ്യ നീതിയോ മറ്റേ സാമ്പത്തികമായിട്ടുള്ളൊരു സോഷ്യൽ ഇത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഇവിടെ മൂന്നാം കക്ഷിയായി വന്നിട്ടുള്ളത് ഇടയിൽ നിൽക്കുന്നൊരു ചെന്നായയാണ്. ആ ചെന്നായയെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നമ്മളെ സംബന്ധിച്ചോളം കേരളം നഷ്ടപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു തൂക്കുമന്ത്രിസഭയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് NDAയുടെ അല്ലെങ്കിൽ BJPയുടെ ഒരേ ഒരു ആഗ്രഹം. അത് സംഭവിച്ചാൽ കേരളം അവസാനിക്കും. തീർച്ചയായിട്ടും. ഇത്തരം സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ 9-ാം തീയതി കേരളം ഇലക്ഷനിലേക്ക് വേണ്ടി പോകുന്ന ഒരു സമയത്താണ്. 9-ാം തീയതി കേരളം ബൂത്തിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ ചില കാര്യങ്ങൾ മറക്കരുത്, കൃത്യമായിട്ട് ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഓരോ പൗരനും അല്ലെങ്കിൽ ഓരോ ബൂത്തിലേക്ക് എത്തുന്ന ഓരോ ഇന്ത്യൻ സിറ്റിസണും അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട, മറക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്തൊക്കെയാണ് അഷ്റഫ് ക കൂട്ടിച്ചേർക്കാനുള്ളത്? ഒന്ന് കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാനുണ്ടാകും? അതെ അതെ ഈ സന്ദർഭത്തില് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കക്ഷി രാഷ്ട്രീയം അല്ല ഇവിടെ പറയുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യരുത് എന്ന രീതിയിൽ അല്ല വോട്ടർമാരോട് ഈ സന്ദർഭത്തിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. മറിച്ച് ഈ ഘട്ടത്തിൽ നമുക്ക് ഒന്നാമത് പറയാനുള്ളത് എന്താ വെച്ചാൽ വോട്ട് ചെയ്യണം. അതായത് വോട്ട് എന്ന നമ്മുടെ അവകാശത്തെ എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഒരു വോട്ട് പോലും മിസ്സാകാൻ പാടില്ല. അത് ജനാധിപത്യ പ്രക്രിയയിൽ വലിയൊരു ആയുധമാണ് വോട്ട്. അത് ഓരോ പൗരന്മാരും നിർവഹിച്ചിരിക്കണം. അപ്പൊ എനിക്ക് ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, ഈ നിസ്സാര വിഷയത്തിന്റെ പേരിൽ, വിരുന്ന് പോയതിന്റെ പേരിൽ, അതുപോലെ ടൂറ് പോയതിന്റെ പേരിൽ, അങ്ങനെയൊക്കെയുള്ള സംഗതികളുടെ പേരിൽ വോട്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണത പലപ്പോഴും ആളുകൾക്കുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. അത് ഓരോ കുടുംബനാഥന്മാരും ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങളുടെ വീട്ടിൽ വോട്ടവകാശമുള്ള എല്ലാവരെയും ഈ വോട്ടിന്റെ ദിവസം യാത്ര അനുവദിക്കാതിരിക്കുക, നിസ്സാര കാരണത്തിന്റെ പേരിൽ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ ഉദ്യോഗസ്ഥന്മാരെ കാര്യം പ്രത്യേകം എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഈ വോട്ട് ചെയ്യിപ്പിക്കാൻ പോകുന്ന ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരുടെ വോട്ട് ഒരു പക്ഷെ അത് പിന്നെ ചെന്ന സമയത്ത് അതിന്റെ ബാലറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ പിന്നെ അതിന് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, പോട്ടെ എന്ന് വെക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതൊന്നും ശരിയല്ല. നമ്മൾ വോട്ട് ചെയ്യണം, അത് നമ്മുടെ ഒരു കടമയാണ്. അതാണ് ഒന്നാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാൻ. രണ്ടാമത്തെ, ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്, എന്തിനു വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അവിടെ നമ്മൾ രാജ്യത്തിന്റെ വികസനം, അടിസ്ഥാന വികസനം, നമ്മുടെ ക്ഷേമകാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് പ്രധാനമാണ്. പക്ഷേ റോഡും പാലവും അതുപോലെ നമുക്ക് വിദ്യാഭ്യാസവും കൃഷിയും ആരോഗ്യവും എല്ലാം ഉണ്ടാകണമെങ്കിൽ മനുഷ്യൻ എന്ന ഈ അസ്തിത്വം ഇവിടെ നിലനിൽക്കണം. മനുഷ്യന്മാരുടെ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കണം. ആ അന്തരീക്ഷം നിലനിൽക്കാതെ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. വേറെ കുറെ റോഡ് ഉണ്ടായിട്ട് എന്താ കാര്യം, കുറെ പാലുണ്ടായിട്ട് എന്താ കാര്യം, കുറെ ബസ്സും ബസ് സ്റ്റാൻഡും ഉണ്ടായിട്ട് എന്താ കാര്യം? മനുഷ്യന്മാർ തമ്മിൽ എപ്പോഴും കച്ചറയും ബഹളവും നായാട്ടുവാണെങ്കിൽ പിന്നെ എന്ത് സ്വസ്ഥതയാണ് ഈ വീടുകളിൽ ഉണ്ടാകുക, എന്താ അങ്ങാടികളിൽ ഉണ്ടാകുക, ഈ മെട്രോ പാർക്കുകളിൽ ഉണ്ടാവുക? എവിടെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന ഈ വർഗീയത, മനുഷ്യ സൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനങ്ങൾ, എഴുത്തുകൾ, പ്രസംഗങ്ങൾ, പ്രസ്താവനകൾ, അത് നടത്തുന്നവരാരായിരുന്നാലും, അതിനോട് ചാരി നിൽക്കുന്നവരാരായിരുന്നാലും, അതിനെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വന്ന് അതിനെ പല രീതിയിൽ ന്യായീകരിക്കുന്നവർ ആരായിരുന്നാലും അവരെ നിലക്ക് നിർത്താൻ ഈ ഘട്ടത്തിൽ കേരള സമൂഹം
തയ്യാറാകണമെന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതാര് എന്ത് എങ്ങനെ എന്നത് ബുദ്ധിയുള്ള മനുഷ്യന്മാര് രാഷ്ട്രീയ കേരളത്തെ നിരീക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കുക, ആ കാര്യം ചെയ്യുക. കാരണം നമ്മളെ തമ്മിൽ തെറ്റിക്കരുത്. ഇവിടെയുള്ള ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മറ്റുള്ള ആളുകളെയും ഇവിടെയുള്ള സമാധാന ജീവിതവും സ്വൈര ജീവിതവും നശിപ്പിച്ച് ആ പരസ്പരം സംശയത്തിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭീതിയോടുകൂടി ഒരു ഫോബിയോയോടുകൂടി കാണുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ, അത് ആഖ്യാനിക്കുന്ന മീഡിയ പ്രവർത്തകന്മാര്, അതുകൊണ്ട് ജീവിച്ചു പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അതുകൊണ്ട് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തുന്ന ആളുകൾ, ഇത്തരം സംഗതികൾ ഒരിക്കലും നമുക്ക് വകവെച്ച് കൊടുക്കാൻ പാടില്ല. അത് ആര് ചെയ്താലും അത് തിരിച്ചറിയാൻ കേരള സമൂഹം തയ്യാറാകണമെന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഇലക്ഷനിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അത് തന്നെയാണ്. മറ്റൊന്നെന്താന്ന് വെച്ചാല്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ അമിത് മാഷ് അത് വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതായത് ഇവിടെ ഒരു പിന്നെ BJPക്ക് ഒരു എൻട്രി കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതില്ല. അപ്പൊ ആ ഒരു എൻട്രി വരാതിരിക്കാൻ അവർ എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന പ്രദേശങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതുപോലെ മതനിരപേക്ഷ പക്ഷത്തുള്ള ആളുകൾ നല്ല പഠനം നടത്തി അവിടെ അവർക്ക് എൻട്രി വരാത്ത ഒരു സമീപനം എടുക്കേണ്ടതുണ്ട്. അത് ഒരു വികാരത്തിന്റെ പുറത്തല്ല എടുക്കേണ്ടത്, പഠനത്തിന്റെ പുറത്താണ്, അത് മനസ്സിലാക്കലിന്റെ പുറത്താണ്. ഒരിക്കലും മതേതര വോട്ടുകൾ ഭിന്നിച്ചുകൊണ്ട് അവർക്കൊരു എൻട്രി ലഭിക്കുക എന്നത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഉത്തരേന്ത്യൻ നാടുകളിൽ കാണുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൂടാ. അതുപോലെ തന്നെ ഈ പരസ്പരം മനുഷ്യന്മാരെ തെറ്റിക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. പിന്നെ ഈ രണ്ട് മുന്നണി സംവിധാനങ്ങൾ ദുർബലപ്പെടുന്നതോടുകൂടി കേരളത്തിന്റെ സ്വഭാവം തകിടം മറിയും, അത് വലിയ ഭീതിയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധ വേണം. അതോടൊപ്പം എനിക്ക് അതിന്റെ മറുവശം കൂടിയും പറയാനുണ്ട്. അതെന്താന്ന് ചോദിച്ചാല്, ഈ പിന്നെ BJP വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന എഡ്ജിൽ നിൽക്കുന്ന ഏതാനും മണ്ഡലങ്ങൾ ഉണ്ടല്ലോ കേരളത്തിൽ. അവിടെയുള്ള മതനിരപേക്ഷ കക്ഷികളുടെ ഒരു മനോഭാവമുണ്ട്. അത് എനിക്ക് ഞാൻ കേരളത്തിന്റെ പല ജില്ലകളിലൂടെയും പല ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്തു. അപ്പൊ പല രാഷ്ട്രീയ നേതാക്കന്മാരെയും ഭാരവാഹികളെയും ഒക്കെ ഇങ്ങനെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതില് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തി സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇവിടെ അവസ്ഥ, സാഹചര്യം എന്താണ്, ഇവിടെ ഒരു BJPക്ക് ഒരു എൻട്രി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, ഒരിക്കലും ഉണ്ടാവില്ല, അതൊക്കെ ഓക്കെയാണ്. അപ്പൊ അതിന് നിങ്ങൾ ആവശ്യമായ ഒരു ശ്രമവും ശ്രദ്ധയും സമീപനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറയുന്നത് എന്താ വെച്ചാൽ, അത് ഞങ്ങളെ മാത്രം ഉത്തരവാദിത്തമല്ലല്ലോ, ഇവിടെ ഒരു വർഗീയ ഗവൺമെന്റ് സംവിധാനം വരാതിരിക്കുക എന്നുള്ളത് എല്ലാവരും ഉത്തരവാദിത്തമില്ല, അതെല്ലാവരും ചെയ്യട്ടെ. ഇത് കല്യാണം വിളിക്കണ പോലെ എല്ലാവരും ഇങ്ങനെ പോയി വിളിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ അതിന്റെ ഒരു മറുവശം വീണ്ടും പറയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല്, അല്ല, ഇവിടെയുള്ള മതനിരപേക്ഷ പക്ഷത്തുള്ള ആളുകള് ഇനി ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കാ വോട്ട് ചെയ്യുക? അവർ BJPക്ക് ഏതായാലും ചെയ്യൂലല്ലോ, ഓരോ വോട്ടൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇങ്ങനെയുള്ള ഒരു മനോഭാവം ഇത് വളരെ അപകടകരമാണ്. അതാണ് നേരത്തെ അമിത് മാഷ് പറഞ്ഞത്, എന്ത് കുറെ കാലമായിട്ട് ഇവരാണ് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്, അത് BJP വരുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് അത് പേടിപ്പിച്ച് അതിലൂടെ ഇവർ ജയിച്ചു പോകും. ജയിച്ചു പോയിട്ട് എന്ത് ചെയ്യൂല, ഞങ്ങളെ തിരിഞ്ഞു നോക്കൂല, ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടൂല, പലരെയും വിഷമിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് അതിൽ പ്രയാസപ്പെട്ട ആളുകളാണ് എന്ത് ചെയ്യുന്നത്, എന്നാൽ ഒരു BJPയെ പരീക്ഷിച്ചിട്ടെങ്കിലും ഇവരെ ഒന്ന് വഴിക്ക് വരുത്തണം എന്നൊരു അവസ്ഥയിലേക്ക് വരെ എത്തുന്ന സാഹചര്യം പല സ്ഥലത്തും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇവിടെയുള്ള മതനിരപേക്ഷ കക്ഷികൾ, പ്രബലമായ കക്ഷികൾ, പ്രത്യേകിച്ച് UDF LDF, അവര് ഗ്രാസ് റൂട്ടിലേക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ പാർട്ടിയുടെ മനോഭാവത്തെ കൃത്യമായി എഡിറ്റ് ചെയ്യണം. അത് എന്തായിരുന്നാലും അത് BJP വരും എന്ന് പറഞ്ഞാണ്ട് പുലി വരുന്നേ എന്ന് പറഞ്ഞാണ്ട് കരഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരും വോട്ട് ചെയ്തോളും. പിന്നെ ആ ഒരു 5 കൊല്ലം ശരിയായ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാതെ പോയാൽ ഒന്നും ഇവിടെ സംഭവിക്കൂല, ജനങ്ങളെ കാര്യം കൺസേൺ ഒന്നും നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞുള്ള ഒരു പോക്കുണ്ടല്ലോ, അത് അപകടമാണ്. അത് തിരിച്ചറിയണം. അതായത് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയണം, അത് അവരുടെ അണികളെ ബോധ്യപ്പെടുത്തണം. അതോടൊപ്പം തന്നെ സമൂഹവും അത് തിരിച്ചറിയണം. അപ്പൊ അതുകൂടി ഇതിനോട് ചേർത്തി സൂചിപ്പിക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഇലക്ഷനിൽ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, ഒറ്റൊന്ന് വോട്ട് ചെയ്യാൻ നമ്മൾ മറക്കരുത്. അതേപോലെ തന്നെ സൗഹാർദ്ദത്തെ പോറലേൽപ്പിക്കുന്ന സമീപനങ്ങൾ നമ്മൾ
ഒരിക്കലും തന്നെ പിന്തുണക്കരുത്. ഒരിക്കലും കേരളത്തിൽ എന്താണ് വർഗീയതക്ക് വളം വെക്കുന്ന ഒരു സമീപനം, ഒരു ഭരണ സംവിധാനത്തിന് ഒരു സാഹചര്യം ഒരുങ്ങാതിരിക്കാൻ എല്ലാവരും എന്ത് ചെയ്യണം, പ്രത്യേകമായ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് കേരളക്കരൊട്ടാകെ മനസ്സിലാക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബഹുമാനായ കൃഷ്ണ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും ഇവിടെ മനുഷ്യൻ്റെ സൗഹാർദ്ദത്തിന് അല്ലെങ്കിൽ മനുഷ്യ സൗഹാർദ്ദത്തിന് പോറലേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തിയുള്ള ആളുകളെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ വോട്ടിൻ്റെ ദിവസം ഒരുപാട് ആളുകൾ ഈ യാത്രയൊക്കെ ചെയ്ത് അതുപോലെ തന്നെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ആ ഒരു വോട്ടിനെ നിസ്സാരവൽക്കരിച്ച് അതൊരു വോട്ടല്ലേ എന്നുള്ള രൂപത്തിൽ അരാഷ്ട്രീയ ചിന്തകളോട് കൂടി കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം ആളുകൾ പോലും ആ കൃത്യമായി വോട്ടിങ്ങിൻ്റെ വിഷയത്തിൽ കൃത്യമായ ഒരു ശ്രദ്ധ പുലർത്തി നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്ത് ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ കൃത്യമായി കൊണ്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ, അത് ജനങ്ങൾക്കും നാടിനും സമൂഹത്തിനും ഇവിടുത്തെ മനുഷ്യ സൗഹാർദ്ദം നിലനിർത്തുന്ന സമൂഹത്തെ ഒരു രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് ആശംസിക്കുകയാണ്.